തിരുവനന്തപുരം മാര്യനാടിൽ കോൺഗ്രസ് പഞ്ചായത്ത് അംഗം ആത്മഹത്യ ചെയ്തത് വൻ സാമ്പത്തിക ബാധ്യത കാരണം 80 ലക്ഷത്തോളം രൂപ പലർക്കായി നൽകാനുണ്ടെന്നാണ് സൂചന. അതേസമയം വിഷയം CPIM-നെതിരെ തിരിച്ചുവിടാനാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം ശ്രമിച്ചത്. തിരുവനന്തപുരം ആര്യനാടിൽ കോൺഗ്രസ് പഞ്ചായത്ത് അംഗം ശ്രീജയാണ് ആസിഡ് കുടിച്ച് ആത്മഹത്യ ചെയ്തത്. വൻ സാമ്പത്തിക ബാധ്യത കാരണമാണ് ആത്മഹത്യ. 80 ലക്ഷത്തോളം രൂപ പലർക്കായി നൽകാനുണ്ടെന്നാണ് സൂചന. മൈക്രോ ഫിനാൻസ് ഇടപാട് വഴിയാണ് പലർക്കും പണം നഷ്ടമായത്. പലരും പോലീസിൽ പരാതി നൽകി. ഇതിനിടയിലാണ് ശ്രീജയുടെ ആത്മഹത്യ. എന്നാൽ വിഷയം CPM-നെതിരെ തിരിച്ചുവിടാനാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം. സാമ്പത്തിക ബാധ്യതയുള്ളവരെ അപമാനിക്കുന്നതിന് വേണ്ടി പൊതുയോഗം നടത്തുന്ന പാർട്ടിയായി കേരളത്തിലെ CPM അധപ്പതിച്ചിരിക്കുകയാണ്. അതേസമയം പണം നഷ്ടപ്പെട്ട ജനങ്ങളുടെ പരാതിയാണ് CPIM ഉയർത്തിയതെന്നതാണ് വസ്തുത. ഇത് മറച്ചുവെച്ചാണ് കോൺഗ്രസിന്റെ വ്യാജ പ്രചരണമെന്ന് ആര്യനാട് പഞ്ചായത്ത് പ്രസിഡന്റ് വിജു മോഹൻ പറഞ്ഞു. ജൂലൈ മാസം 31-ാം തീയതി ഈ കാശെല്ലാം തിരിച്ചു കൊടുക്കാം എന്നുള്ളത്, അതുവരയ്ക്ക് പിന്നെ ഒരു വിഷയം ഉണ്ടാക്കേണ്ടെന്ന് പറഞ്ഞു. അതനുസരിച്ച് പിന്നീട് ഒരു പരാതിയായിട്ടൊന്നും നമുക്കപ്പോഴും പരാതി കിട്ടിയിട്ടില്ല. ഇത് ജൂലൈ മാസം 31 കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമുക്ക് പഞ്ചായത്തിൽ പരാതി വന്നു. അത് പിന്നെ നോക്കിയപ്പോൾ ഇവിടെയും വന്നിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിലും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ വനിതാ കമ്മീഷനിലും പരാതി ചെന്നിട്ടുള്ളതായിട്ടാണ്. പഞ്ചായത്തിൽ വന്ന പരാതി നമ്മൾ പരിശോധിച്ചു. പഞ്ചായത്ത് വന്ന് പരിശോധിച്ച് നമ്മുടെ മെമ്പറല്ലേ, കൂടെ എല്ലാവരും ഒരുപോലെയല്ലേ, അതിൽ പിന്നെ അതനുസരിച്ച് നമുക്കത് എന്താണെന്ന് നോക്കി അവരൊന്ന് ഇടപെടണമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചപ്പോഴും ഫോൺ കിട്ടുന്നില്ല. പഞ്ചായത്തിലുണ്ട് റെക്കോർഡുകളുണ്ടല്ലോ, നമ്മളങ്ങനെ സത്യം പറയേണ്ട കാര്യമല്ല. ഒരു ചെയറിലിരുന്നിട്ട് പഞ്ചായത്തിൽ വന്നിട്ടുണ്ട്, പഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ അസത്യം പറയേണ്ട കാര്യമല്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.